അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്. ഇന്ന് നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ വാഹനങ്ങളുടെ പുറകിലും മറ്റുമായി സൂറത്ത് ഇബ്രാഹിമിലെ ഒരു ആയത്ത് എഴുതിയതായി കാണുന്നുണ്ട്. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് എഴുതുന്നു. ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാകാം, അതല്ലെങ്കിൽ ആ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനും പെടുന്നതിനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാനും ഒക്കെ ആയിരിക്കാം ചെയ്യുന്നത്. പക്ഷെ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എഴുതാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അങ്ങനെ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ പുറകിലും മറ്റും പുറംഭാഗത്ത് എഴുതുമ്പോൾ അഴുക്കുകൾ പിടിക്കാനും പലപ്പോഴും തന്നെ വാഹനം പാർക്ക് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെയായി നജിസ് അതിൻ്റെ മേൽ വന്നു ചേരാനും സാധ്യത ഉണ്ട്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുർആൻ അതിൻ്റേതായ ബഹുമതിയോടെയും ആദരവോടുകൂടെയും കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. സൂറത്ത് ഇബ്രാഹിമിലെ ഈ വിശുദ്ധ വചനം ഒരുപാട് ആശയങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നന്ദിയുള്ളവരായി ജീവിക്കാനായി ആഹ്വാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അതിൻ്റെ ശേഷം ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ അദാബ് കഠിനമാണ്. നന്ദികേട് വരാൻ പാടില്ല. അത് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് അനാദരവായി പാടില്ല. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ഷിആറുകളെ ബഹുമാനിക്കുക. അത് വിശ്വാസികളുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ഈമാനിനെ കളങ്കപ്പെടുത്തുന്ന തരം പ്രവർത്തനങ്ങൾ പാടില്ല. ഖുർആനിന് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ഇത്തരം അഴുക്കുകൾ പുലരാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ, ഭാഗങ്ങളിൽ അത് എഴുതി വെക്കാൻ പാടില്ല. പള്ളിയുടെ മെഹ്റാബിൽ തന്നെ എഴുതി വെക്കണമോ വേണ്ടയോ എന്ന് പണ്ഡിതന്മാർ ചിലർ അതിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റേതായ മഹത്വം ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അതിൻ്റേതായ ബഹുമതി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതി വെക്കുന്നത് ഒഴിവാക്കണം. നമ്മളത് എത്രയും വേഗം അതിൽ നിന്ന് പിന്മാറുകയും വേണം. ആദരവ് അത് ഈമാനിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ മഹാനരായ ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വന്യരായ ഉസ്താദിനോടൊന്നിച്ചൊരു വഅലിന് പോയ സ്റ്റേജിലേക്ക് കടന്നു ചെന്ന സംഭവം ഉസ്താദ് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സ്റ്റേജിലേക്ക് വഅല് പറയാൻ വേണ്ടി രണ്ടുപേരും നീങ്ങുമ്പോൾ ഉസ്താദിനോട് കയറാനായിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയും എന്നിട്ട് അതിൻ്റെ സംഘാടകരിൽപ്പെട്ട ആളുകളെ വിളിച്ച് ആ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഫ്ലാസ്ക് എടുത്തു മാറ്റുക, ആ ചില വെള്ളം ചായക്ക് വേണ്ടി അല്ലെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കാനായി വെച്ച ഫ്ലാസ്ക് ഒഴിവാക്കുക എന്ന് പറയുകയും, എന്തിനായിരുന്നു അത്? ആ ഫ്ലാസ്ക് വെച്ചിരുന്നത് ഈ സ്റ്റേജിലെ ഒരു മേശപ്പുറത്ത് വിരിച്ചിരിക്കുന്ന പരിശുദ്ധ റൗള ഷരീഫിൻ്റെ ഒരു ചിത്രത്തിൻ്റെ മേലെയായിരുന്നു വെച്ചിരുന്നത് എന്നതുകൊണ്ട് മഹാനവറുകൾ അതിനെ തിരുത്തുകയുണ്ടായി. പാടില്ല, അങ്ങനെ പാടില്ല, അനാദരവ് പാടില്ല. അപ്പോൾ ഇത് ശരിക്കൊരു പരിശുദ്ധമായ റൗള ഷരീഫിൻ്റെ കുബ്ബയോട് കാണിക്കുന്ന ബഹുമാനമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ അതെത്ര മഹത്വമാണ്. വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഖുർആൻ എഴുതാനുള്ള ഒരു പേപ്പർ റൂമിലുള്ള കാരണത്താൽ ആ റൂമിൽ താമസിക്കാതെ പുറത്തു താമസിച്ചു മഹാനായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി നാം പറയുക. അള്ളാഹു നമ്മളൊക്കെ പാപങ്ങൾ പുറത്തു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.